AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. അത് ഞാൻ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പമായിരുന്നു. അപ്പോൾ അതിന് കറിയായിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ വൃത്തിയാക്കി കഴുകിയൊക്കെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 സവാള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയും ചതച്ചെടുത്തു. പിന്നെ ഒരു തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് ഈ കറിയിലേക്ക് വേണ്ടത്. അപ്പോൾ നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടി ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചു. ഈ പാൻ ഒന്ന് ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉലുവയും കുറച്ച് കടുക്, അതായത് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത്, അത്ര തന്നെ ഉണ്ടാവില്ല, ഉലുവയും ഒരു 1/4 ടീസ്പൂൺ കടുകും. അത് നന്നായി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് വലിയ ഉള്ളി ചേർത്ത് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഞാൻ ചേർക്കുന്നത് എടുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾക്കറിയാലോ സവാള ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ നമ്മളതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം നന്നായിട്ടൊന്ന് വഴന്ന് വരും. ഈ സമയത്ത് തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം മഴയൊക്കെ ആവുകൊണ്ടേ കറിവേപ്പിലൊക്കെ നന്നായിട്ട് തഴച്ച് വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ കറിവേപ്പിലുണ്ട്. അപ്പോൾ കുറച്ചധികം കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉപ്പൊക്കെ ചേർത്തുകൊണ്ടായിരിക്കും ഇത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളി ഇത്രയും ചേർത്ത് അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോണത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. കൂടെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അതാ നമ്മൾ ഈ ചതച്ച് വെച്ചിട്ടുള്ള മസാലകളൊക്കെ ഇതിലേക്ക് കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇളക്കിയെടുത്തു. പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക. തക്കാളി ഞാനൊരു തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം പുളിയുള്ള തക്കാളി അതുകൊണ്ടാണ് ഒന്നെടുത്തത്. ഒരുപാടായാൽ പുളിയായി പോകും, അതുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി വഴന്നു വന്നു. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല. നമ്മൾ എരിവിനുള്ള മുളക് പൊടി ഇതിൽ ചേർക്കണില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ പച്ചമുളക് അത്യാവശ്യം നല്ല എരിവുള്ളതായിരുന്നു, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ ഇത്രയും ചേർത്ത് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാതെ നമ്മൾ ചിക്കൻ മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചിക്കൻ ഇതിൽ നന്നാക്കി ഒന്ന് നമുക്ക് ഇളക്കി ഒന്ന് പുരട്ടിയെടുക്കാം. ഇതാ ഇതുപോലെ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്നിളക്കി വേവിച്ചെടുക്കാം. അങ്ങനെ ഇതാ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ആ ഗ്രേവി ഉണ്ടായത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കൈപ്പിടീൻ്റെ അടുത്ത് അണ്ടിപ്പരിപ്പ് അരച്ച് അത് നന്നായി കുതിർത്തതിന് ശേഷമാണ് അരച്ചതുപോലെ പേസ്റ്റാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വേവിക്കണമൊന്നുമില്ല. ഇത് ചേർത്ത് തന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് അരിഞ്ഞെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗ ഓഫാക്കി വാങ്ങി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ കറി റെഡിയായി. ഞാൻ പറഞ്ഞല്ലോ വെള്ളപ്പത്തിൻ്റെ കൂടെയാണ് ഇതിൻ്റെ ഇന്നത്തെ കറി ഞാൻ എടുത്തിട്ടുള്ളത്. അടിപൊളി കോമ്പിനേഷനാണ്. ചപ്പാത്തീൻ്റെ വെള്ളപ്പത്തിൻ്റെ കൂടെ ചോറയ്ക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലുള്ള വെള്ളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.